ഗൈസ്, വെൽക്കം ടു ഷൈത്താസ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പോൾ ഗുഡ് നൈറ്റ് പറയുന്നത്. എല്ലാവരും ഈ മോർണിംഗ് ഡ്യൂട്ടി. അപ്പം നമ്മളിന്ന് ഞാനും കുറച്ച് പേരും ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ബാഗ് പാക്ക് ചെയ്യാം. കമോൺ, ബാഗ് കാലിയാട്ടോ. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ ബാഗ് ഒന്ന് കാണിക്കുമോന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഇതൊക്കെ മിക്സായി, ഇങ്ങനെ താഴെ വീണട്ടെ, ക്ഷമിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന്, അതുകൊണ്ടാണ്. അമ്മയ്ക്കൊന്നും ജോലി കഴിഞ്ഞിട്ടില്ല അടുക്കളയിൽ, അതുകൊണ്ട് ആരും വന്നില്ല. ഇപ്പം നമുക്ക് ഇന്ന് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഡയറി എല്ലാം കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യണം. എനിക്ക് ഷൂട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എല്ലാം പാക്ക് ചെയ്യാൻ. കുറച്ചിലൊന്നും എൻ്റെ സംഭവങ്ങളും എഴുതിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ വരാം. നിങ്ങൾ അവിടെ ഇരിക്കണം, നിൽക്കുക, എന്തെങ്കിലും ചെയ്തോ, എനിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്നു. നമുക്ക് കുറച്ച് ബുക്കിലൊക്കെ ഞാൻ എഴുതി, എല്ലാ ബുക്കിലും എഴുതി. ഇനി എനിക്ക് ഈ ബുക്കിൽ എഴുതാനുള്ളൂ. മാത്സ് ആട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി മാത്സിൻ്റെ ആ ബുക്കിൻ്റെ എഴുതാം. നമുക്ക് ഒരു പേരൊന്നും കാണാനല്ല. ഒരു മിനിറ്റ്, നിങ്ങളും എൻ്റെ കൂടെ പോന്നോളൂ. എൻ്റെ കുറേ ഗിഫ്റ്റൊക്കെ ഇവിടെ ആരൊക്കെ തല്ലി പിടിച്ചിട്ടു. അപ്പോൾ എനിക്കൊരു പേനയുണ്ട്, എങ്ങനെയുണ്ടെന്ന് പറയണേ. കമൻറ്റ് ബോക്സിൽ കുറേ ദിവസമായി എനിക്ക് കമൻസ് ഒന്നും കിട്ടുന്നില്ല. ഇന്ന് ആരെങ്കിലും കമൻസ് എഴുതാൻ പോയാണ്. ഞാൻ കമൻസ് എഴുതണം പ്ലീസ്. ആകെ എൻ്റെ ചേച്ചീൻ്റെയും പിന്നൊരു കമൻസിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടിരുന്നു. ഒരു ഐ ലൈക്ക് യുവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പേര് ഞാൻ കേൾക്കണം. തെറ്റാണോ? ഇല്ല, തെറ്റൊന്നുമില്ല. എഴുതിയിട്ട് എന്തൊക്കെയാ എൻ്റെ പണിപ്പാളി. ഇതൊക്കെ ഞാനിവിടെ ഒരു എസ് കണ്ടു. നിങ്ങൾ ലാസ്റ്റ് ഡ്രസ്സ് സത്യത്തിലൂടെ എസ് അല്ല, എന്നാണ് വരേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പിന്നായി. ഇനി നമുക്ക് ഇനി ദേവുണ്ട് കേട്ടോ. ദേവ് ഞാൻ ഒരു സ്ഥലത്ത് നോക്കിയിട്ടാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരില്ല, എനിക്ക് നാണമാണ് ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ബാഡ് കമൻസ് ഒക്കെ ഇടും, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പം ഞാൻ ഇവിടെ എൻ്റെ ടൈം ടേബിളിൽ നോക്കിയിട്ടാണ് മാത്സ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഒട്ടത്തോടൊട്ടാണ് എന്നോട് എൻ്റെ ടൈം ടേബിളിൽ ഒരു ഇങ്ങനെ ഇതാരും ന്യൂസടിച്ചു. ഞാൻ അപ്പോൾ കുറേ പേര് ലൈക്ക് ഇടാതെ പോകുന്നുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത് കാണുന്നുണ്ട്, എനിക്ക് വ്യൂസ് എന്ന് പറഞ്ഞാൽ കാണുന്നവർ കുറേ ഉണ്ട്, പക്ഷെ എനിക്ക് ലൈക്ക് കമൻസൊക്കെ എല്ലാം കുറവ്. ആ രണ്ട് സാധനം മാത്രം കുറവ്. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോകണം, ഞാൻ കാല് പിടിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതാനുണ്ട്. നിങ്ങൾ പോരുന്നോ? ഞാൻ ചോദിക്കാതാ പോരുന്നാ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഈ ബുക്ക് എടുത്തിട്ട് വേണം കോപ്പി ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ തെറ്റ് എഴുതി വെക്കും. ഞാൻ തെറ്റ് എഴുതി വെക്കുന്ന എൻ്റെ ഒരു ശീലമാണ്. അത് നിങ്ങൾ പറഞ്ഞാലൊന്നും ഞാൻ മാറ്റാൻ പോണില്ല, കാരണം അതൊരു ശീലമായി കഴിഞ്ഞു. ഇതിന് മുന്നേ നിങ്ങൾ എനിക്ക് കമൻസ് ഇട്ടിരുന്നെങ്കിൽ അതെപ്പോഴെങ്കിലും മാഞ്ഞോ. അപ്പോൾ ഓക്കെ, എനിക്ക് എഴുതണം. പട്ടിക്കടിക്കുന്നെങ്കിൽ അപ്പോൾ എനിക്കിനി ഒരു കുറച്ച് അയ്യോ
ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് backpack ചെയ്യാം. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. കുറേ പേര് ടൈം ടേബിൾ പ്രിൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നവർക്ക് ഇതേമാതിരി ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ അത് പിന്നെ ഒരു ശക്തിയുള്ള സാധനം വെച്ച് ഒട്ടിക്കണം. അല്ലാത്തവർ അതില്ലെങ്കിലും സാരമില്ല. ചിലവർക്ക് ഇത് 200 ആണ്. എത്ര ഇടും? അപ്പം ഞാനിവിടെ ഒരു പേന താഴെ പോയി എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആദ്യം നോട്ട്ബുക്സ് എടുക്കാം. ടെക്സ്റ്റ് ബുക്കാണ്, നോട്ട്ബുക്സ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ഇത് ഒരു മിനിറ്റ്, ഇത് കുറച്ച് സാധനം. നോട്ട്സ് ബുക്കൊക്കെ ഞാൻ ആദ്യത്തെ തൊളയിലാട്ടോ വെക്കുക. അതെൻ്റെ ശീലമാണ്. അത് ഇതിന് മുന്നേ എടുക്കാൻ ഞാൻ റീലെടുക്കാൻ തുടങ്ങിയെന്നുണ്ട്. അപ്പം ഞാൻ എത്രാം ക്ലാസ്സിൽ നിന്നാണ് റീലെടുക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ് 2ാം ക്ലാസ്സിലത്തെ ആ ഏജിലത്തെ 2ാം ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ഒരു മാസമായിട്ടാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഒരു നിയമമുണ്ട്. കാണാനില്ല എന്നൊരു എൻ്റെ പേന കിട്ടി. നമുക്ക് പല സമയം നോക്കിയെന്ന് വിചാരിച്ചപ്പോൾ കിട്ടു. കാരണം ഒരു സമയം വെച്ചിട്ടില്ല. ഇഷ്ടമതുകൊണ്ട് സാഹചര്യം കൊണ്ട് കൊണ്ടുപോകും. വാങ്ങി വെച്ചല്ലേ ഇനി നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നമുക്ക് പറ്റുമെങ്കിൽ അവർ ഇറങ്ങി നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്കൂള് സാധനങ്ങൾ വാങ്ങിയിട്ടാകുമ്പോൾ അങ്ങനെ അത് തിരിച്ചെടുക്കും. ഇവിടുന്ന് എടുക്കൂല. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്തിട്ടില്ല നമുക്കറിയില്ലല്ലോ. അതിന് അവരെടുക്കൂല. അതുകൊണ്ട് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടാറ്റാ ബൈ ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോറി, ഞാൻ കട്ട് ചെയ്യാൻ മറന്നു. ടാറ്റാ.